മലയാളി ഹാജിമാരിൽ ഭൂരിഭാഗവും ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ പൂർത്തിയാക്കി. ഇത്തവണ കൂടുതൽ പ്രയാസങ്ങളൊന്നുമില്ലാതെയാണ് ഹാജിമാർ കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നത്. നാളെയുള്ള കല്ലേറ് കർമ്മം കൂടി പൂർത്തിയാക്കിയാകും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ ഹാജിമാർ മടങ്ങുക. തവാഫും സഅയും പൂർത്തിയാക്കാത്ത ഹാജിമാരെല്ലാം ഇന്നലെയാണ് കർമ്മങ്ങൾ നിർവഹിച്ചത്. കല്ലേറും മുടിമുറിക്കലും ബലിയും പൂർത്തിയാക്കിയതോടെ തീർത്ഥാടകർ ഹജ്ജിന്റെ വസ്ത്രത്തിൽ നിന്ന് ഒഴിവായിരുന്നു. ഇന്ന് ജംറകളിൽ കല്ലേറുകർമ്മം പൂർത്തിയാക്കി ഹാജിമാർ മിനയോട് വിട പറയും. അവശരായവരും രോഗികളും അസീസിയിലെ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയ ശേഷമാണ് ബാക്കി കർമ്മങ്ങൾ നിർവഹിക്കുക. اللهم صل على سيدنا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه. സ്വകാര്യ ഗ്രൂപ്പിലെ ഭൂരിഭാഗം ഹാജിമാരും ഇന്ന് മിനയിൽ നിന്ന് മടങ്ങും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിലെത്തിയവർ നാളെ കൂടി കല്ലേറ് കർമ്മം പൂർത്തിയാക്കും. ഇതിനു ശേഷമാണ് മിനയോട് വിട പറയുക. ഇത്തവണ പ്രയാസങ്ങൾ ഒന്നുമില്ലാതെയാണ് കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത്. ഹാജിമാരെ വ്യാപകമായി കാണാതാകുന്ന പതിവ് ഇത്തവണയില്ല. ഏതാനും ഹാജിമാർ മാത്രമാണ് നിലവിൽ ചികിത്സ തേടിയത്. ഹജ്ജ് പ്രദേശങ്ങളിൽ ഒരുക്കിയ ശക്തമായ നിയന്ത്രണം ഇവർക്ക് തുണയായി. 3 മലയാളികളാണ് ഹജ്ജിന് മുൻപേ മരണപ്പെട്ടത്. 20ഓളം ഹാജിമാരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഹജ്ജ് കർമ്മങ്ങൾക്കിടെ മലയാളി ഹാജിമാർ ഇതുവരെ മരണപ്പെടാത്തതും ശ്രദ്ധേയ നേട്ടമാണ്. കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മിനായോട് വിട പറയുകയാണ് ഹാജിമാർ. മിനായിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.